തായമ്പക മഹോത്സവത്തിന് തിരിതെളിഞ്ഞു. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ. പോത്താങ്കണ്ടം ആനന്ദഭവന്റെ ആഭിമുഖ്യത്തിൽ നമ്പ്യാത്രക്കോവൽ ശിവക്ഷേത്രാങ്കണത്തിൽ അരങ്ങേറുന്ന 4ാമത് തായമ്പക മഹോത്സവത്തിന് കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ തിരിതെളിച്ചു. ഇതിൽ തായമ്പക നമ്മുടെ ഈ വാദ്യ ലോകത്തിന് ലഭിച്ച അപൂർവ ഒരു സൗഭാഗ്യം തന്നെയാണ്. അത് കാലക്രമേണ അതിൻ്റെ പഴയ ആചാര്യന്മാരിൽ നിന്ന് നമുക്ക് ഏതൊരു സദസ്സിലും മുൻകാലത്ത് അങ്ങനെ സംഭവിച്ചിരുന്നുവോ അല്ലെങ്കിൽ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നുവോ എന്ന് എനിക്കറിയില്ല. അതായത് മറ്റൊരു സ്റ്റേറ്റിൽ പോയാൽ അല്ലെങ്കിൽ തമിഴുകാരുടെയോ മുമ്പിൽ പെട്ടുപോയാൽ ഒരു ചെണ്ടവാദ്യ കലാകാരൻ ഏത് തരത്തിൽ അവിടെ നിന്ന് നമ്മുടെ വാദ്യത്തിൻ്റെ പ്രയോഗങ്ങളെ മനസ്സിലാക്കി കൊടുത്ത് രക്ഷപ്പെട്ടു പോരും എന്നുള്ളത് എനിക്ക് സങ്കല്പിക്കാൻ ഒരു കാലത്ത് സാധിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ തീർച്ചയായും അതിൽ രക്ഷപ്പെട്ടു പോകുന്നതല്ല, അതിൽ മറ്റവർ ഇത് കേട്ട് അവർ കഷ്ടപ്പെട്ടു പോരുന്ന അനുഭവങ്ങളാണ്. ഒരു പക്ഷേ ഈ അത്തരത്തിൽ ഈ തായമ്പകയോ ചെണ്ടയോ വളർന്നിട്ടുണ്ട് എന്നതാണ് അതിൻ്റെ മഹത്വം. അതിൽ ധാരാളം കലാകാരന്മാരുടെ നേരത്തെ പറഞ്ഞ സാധകം കൊണ്ടുണ്ടായിട്ടുള്ള കാര്യങ്ങൾ, നേരത്തെ പറഞ്ഞ പഴയ കൊട്ടിൻ്റെ ശൈലി നിലനിർത്തിക്കൊണ്ടുള്ളത്, പുതിയ സാധക പരിശീലനം ഉണ്ടായിട്ടുള്ളത്, പുതിയ മത്സരങ്ങൾ ഈ വാദ്യലോകത്ത് ഉണ്ടായത്, പഞ്ചതായമ്പകയും ഇരട്ടത്തായമ്പകയും തൃത്തായമ്പകയും സപ്തതായമ്പകയും ഒക്കെ മത്സര രൂപേണ കൊട്ടാനുള്ള അവസരങ്ങൾ ധാരാളം ഉണ്ടായത്. ഇതൊക്കെ ഈ തായമ്പകയുടെ വളർച്ചയ്ക്ക് സഹായകമായിട്ടുണ്ട്. വളരെ സമാധാനമായി നമുക്ക് ഇന്നിപ്പോൾ ഇവിടെ ധാരാളം പേര് കാണാതിരിക്കുന്നുണ്ടെങ്കിലും ഒരു 10-15 അല്ലെങ്കിൽ ഒരു പക്ഷേ കൂറിൻ്റെ ആ ഘട്ടത്തിലേക്കൊക്കെ എത്തുമ്പോഴേക്ക് എല്ലാവരുടെയും ശരീരത്തിലുള്ള ആ ഊർജ്ജ ഞരമ്പുകളുടെ നമുക്ക് ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രവാഹമുണ്ട് ഈ കൊട്ടുന്നതോടുകൂടി. തായമ്പക ആസ്വദിക്കുന്നവർക്ക് അത് അറിയാതെ ശരീരത്തിൽ വരും. സംഗീതം കേൾക്കുന്നതിൻ്റെ നേരെ വിപരീതമായ ഒരു അവസ്ഥയാണ് ശരീരത്തിൽ ഈ തായമ്പക കൊട്ടുന്നതോട് ഉണ്ടാകുന്നത്. പയ്യന്നൂർ ഡിവൈഎസ്പി PL ഷൈജു, ഡോക്ടർ NP വിജയകൃഷ്ണൻ, RM ശങ്കരനാരായണൻ തിരുമുമ്പ് എന്നിവർ സംബന്ധിച്ചു. ചെണ്ടക്ക് ഒരേ ശബ്ദമാണെങ്കിലും കൊട്ടുകാരൻ്റെ വേറിട്ട ശബ്ദമാണ് തായമ്പകയുടെ ആസ്വാദ്യതയെന്നും കേരളത്തിൻ്റെ പാരമ്പര്യ തനിമയാർന്ന തായമ്പകയുടെ പഴയകാല സൗന്ദര്യം വിടാതെ തന്നെ പുതിയ മേളപ്പദങ്ങൾ തീർക്കുന്ന യുവത അണിനിരക്കുന്ന വേദിയാണ് ഇപ്രാവശ്യം 9 ദിവസങ്ങളിലായി സ്വാമിജി ഒരുക്കുന്നതെന്നും പ്രാസംഗികർ പറഞ്ഞു. ഇവിടെ വന്നതിന് ശേഷമാണ് പയ്യന്നൂർ എന്ന് പറയുന്ന ഒരു വലിയ സാംസ്കാരിക കേന്ദ്രമാണ് എന്നുള്ളൊരു തിരിച്ചറിവുണ്ടായത്. ഒരുപാട് പേര് അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, ഞാൻ വിശദമായി ഒന്നും പറയുന്നില്ല. പക്ഷേ ഇവിടുത്തെ ഈ സാംസ്കാരികപരമായ പ്രത്യേകതകളെല്ലാം കോർത്തിണക്കാൻ കഴിയുന്ന ഒരു അഭൗമമായ തേജസ്സാണ് ഈ ആനന്ദഭവനം, പോത്താങ്കണ്ടം ആശ്രമം, അതുപോലെ തന്നെ അതിൻ്റെ എല്ലാം നെടുനായകത്വം വഹിക്കുന്ന സ്വാമിജി. അത് പ്രത്യേകം പറയാതെ വയ്യ. കാരണം ഇപ്പം ഞാനിവിടെ വന്നതിന് ശേഷം കുറേ പരിപാടികൾ ഞാൻ കണ്ടു. കഥാപ്രസംഗം ഉണ്ടായിരുന്നു, കഥകളി ഉണ്ടായിരുന്നു, പ്രഭാഷണ പരമ്പര ഉണ്ടായിരുന്നു, തുര്യം എന്ന് പറഞ്ഞാൽ 41 ദിവസം നീണ്ടു നിന്ന സംഗീത പരിപാടി ഉണ്ടായിരുന്നു. അതിനെല്ലാം കുറേ ദിവസങ്ങളിൽ ഞാൻ പോയിരുന്നു. കലാകാരന്മാരെ കണ്ടെത്തുന്നതും അവരെ സ്വീകരിക്കുന്നതും, അവർ വണ്ടിയിൽ നിന്നിറങ്ങി അവരെ സ്വീകരിച്ചു കൊണ്ടിരുന്നതും, അവരെ സ്റ്റേജിൽ കയറ്റി അവരെ സ്വാഗതം പറയുന്നതും, അവരെ യാത്രയാക്കുന്ന ഈ പരിപാടി ആദ്യന്തം ചുക്കാൻ പിടിക്കുന്ന സ്വാമിജിയാണ്. അതെന്തായാലും ഒരു വലിയ അതിമാനുഷ്യമായ ഒരു കഴിവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു വാദ്യ കലാകാരന് തൻ്റെ വ്യക്തിപ്രഭാവം മുഴുവൻ ആവിഷ്കരിക്കാൻ കഴിയുന്ന ചെണ്ടയിലെ ഏക കലയും ഏറ്റവും വലിയ കലയും ആണ് തായമ്പക. ഒരു അടിസ്ഥാന താളത്തിൽ നിന്നുകൊണ്ട് വ്യക്തി സൃഷ്ടിക്കുന്ന വിന്യാസങ്ങളും ആവിഷ്കരിക്കുന്ന വൈവിധ്യങ്ങളുമാണ് തായമ്പക. അതിനൊരു ഘടനയുണ്ട്, ബാക്കിയെല്ലാം വകയാണ്. എൻ്റെ വക, എൻ്റെ കോൺട്രിബ്യൂഷൻ.
അപ്പൊ തായമ്പരയ്ക്ക് നിയതമായ ഒരു ഘടനയുണ്ട്. ആ ഘടനയ്ക്കകത്ത് നിന്ന് അവനവൻ്റെതായ വകകൾ കോൺട്രിബ്യൂഷൻസ് കൊട്ടി നിറയ്ക്കുന്നു എന്നുള്ളതാണ്. ഈ രംഗത്തെ 2 വ്യത്യസ്ത ശൈലിയിലൂടെ പ്രശസ്തരായ ജയൻ തിരുവല്ലാമല, കല്ലൂർ ഉണ്ണികൃഷ്ണൻ എന്നിവർ ഇരട്ട തായമ്പകയിലൂടെ ആദ്യ ദിനം അരങ്ങ് തകർത്തു. ബ്യൂറോ, പയ്യന്നൂർ. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്. പ്രകൃതിയുടെ മടിത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ്. ഒഴിച്ചിൽ, കിഴികൾ, ധാര, വസ്തി, നസ്യം, പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം. മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ. വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. കൃത്യതയാർന്ന പരിചരണം. പ്രകൃതിദത്ത ഭക്ഷണം. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ.